ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇപ്പോൾ അങ്ങനെ ആ ഗേൾ പറയുന്നത് എനിക്ക് ഡ്രിങ്ക്സ് സ്മോക്കിംഗ് എനിക്ക് ക്ലബിലെ പാർട്ടിക്ക് പോകണമെങ്കിൽ ഇഷ്ടമാണ് എന്ന് പറയായിരുന്നു. അപ്പോൾ ക്രിഷ് പറഞ്ഞു റിജേറ്റ് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ തിരിച്ചു പോയായിരുന്നു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്തായി ഗേൾ ഇങ്ങനെയുള്ള ചെയ്യുമോ അതിലിങ്ങനെ ഒന്ന് കൊടുത്തിട്ടാ എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. അങ്ങനെ ഇട്ട് നെക്സ്റ്റ് ഗേൾ വന്നായിരുന്നു. ഹായ് என் பேர் பூஜாங்க உங்களுக்கு என்ன பண்ணுற சொல்லுங்க என்ன தமிழ் கேர்ளாയിരുന്നു அது. ஆ என் பேர் கிரிஷ். ஆமாம் സോറിങ്ക എനിക്ക് എൻ്റെ ഡേറ്റിങ് പിടിക്കാതെ എനിക്ക് ബോയ് ഫ്രണ്ട് இருக்குங்க സോറിങ്ക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഗേൾ റിജക്റ്റ് ചെയ്ത് പോയിരുന്നു. അപ്പാ ഈ കള എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. നെക്സ്റ്റ് ഗേൾ ഇങ്ങനെ നെക്സ്റ്റ് ಗೇൾ വന്ന ನಮಸ್ಕಾರ ನನ್ನ ಹೆಸರು ಪ್ರೀತಿ ನೀವು ನಾನು ನಿಮಗೆ ಮಾತಾಡ್ತಿದ್ದೆ. ನನಗೆ ಮದುವೆ ಆಯಿತು, ನನಗೆ 2 ಮಕ್ಕಳುಂಟು. ನನಗೆ ഈ മാരേജ് ഇഷ്ടമുണ്ടാ? അയ്യോയ്യോ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റ ഓടിപ്പോയിരുന്നു. നെക്സ്റ്റ് ഹിന്ദി ഗേൾ വന്നായിരുന്നു. ഹിന്ദി ഗേളുടെ പേര് എന്ത് പറഞ്ഞ സിംഗസ്മി. ആ हाय एंसम, तुम्हारा नाम क्या है? तुम्हारा काम क्या है? मेरा नाम क्रिश. मैं रात में ड्रिंक और स्मोकिंग करेगा. मेरे को काम करने के नहीं पसंद है. मैं शॉपिंग में करने का पसंद है तो मैरिज करो, शादी करो. ഇതെനിക്കിഷ്ടമില്ല, എനിക്ക് വേണ്ട എന്ന് ക്രിഷ് പറഞ്ഞിട്ട് ഒറ്റ ഓടിപ്പോയായിരുന്നു ക്രിഷ്. അതുകൊണ്ട് ഹീറോയിൻ്റെ ചേട്ടനക്ക് ഷോക്കായിരുന്നു. എന്താടാ മച്ച ഈ പെണ്ണ് പറയുന്നേ? ആകള് ശരി ഇഷ്ടപ്പെടില്ല പോടാ തെണ്ടി എന്ന് പറഞ്ഞ് ആകളും ഇന്ത്യയിൽ തെരി പറഞ്ഞിട്ട് അവിടുന്ന് പോയിരുന്നു. അതെ പാതി പറഞ്ഞ ലില്ലി വോയിസ് കൊടുത്തായിരുന്നു പാതി. ഓക്കെ നമ്മൾ ലില്ലിയും കൂടെ ഉണ്ട് സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട്. ഹായ് ലില്ലി. ഓക്കെ അങ്ങനെയായിട്ട് പറഞ്ഞിട്ട് ആ ഗേൾ അവിടുന്ന് പോയിരുന്നു. അങ്ങനെയായിട്ട് ഇപ്പോൾ കൃഷിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. കൃഷി പറയായിരുന്നു മച്ചാ ഞാൻ കുറച്ച് ഷോപ്പിംഗ് എനിക്കിവിടെ ഇന്ന് ടെൻഷനാവും, ഞാൻ വേറെ ഫോറിൻ കൺട്രിക്ക് പോവാം എന്ന് പറയും കൃഷി പറയായിരുന്നു. കൃഷി പറയുന്നതൊക്കെ അർജുൻ പറയുന്നു. അതേ മച്ചാ എനിക്കും കുറച്ച് കോളേജ് ലീവ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ കുറച്ച് ഫോറിൻ പോവാം എന്ന് പറയായിരുന്നു. ഇത് കേട്ടിട്ട് ഇത് മമ്മി വന്നായിരുന്നു. 2 പേരും മമ്മി വന്നത് എന്താ ഫോറിൻകാ പോയ കൈ കാള പൊളിക്കുക എന്നത് മമ്മി പറയാറുണ്ട്. ഇല്ല മമ്മി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവാ എന്ന് പറഞ്ഞ് മമ്മി വായി മുടിയായിരുന്നു. മച്ചാ നമ്മൾ ഡൽഹിക്ക് പോവാ എന്ന് പറയുന്നു. ഡൽഹിക്കാ നീടാ പറയുന്നത്? ഇല്ലടാ ഡൽഹിക്ക് പോവാ, ഡൽഹിക്ക് പോയിട്ട് നമുക്ക് സൗത്ത് കൊറിയക്ക് പോവാ എന്ന് പറയായിരുന്നു. ഇത് പ്ലാനഡായിരുന്നു. അമ്മ അവിടെ കുറേ വേറെ ട്രിപ്പ് പോവാ എന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവരെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊറിയക്ക് ഫ്ലൈറ്റിൽ കയറി പറന്നു പോയി കൊറിയക്ക് എത്തി. അങ്ങനെയായിട്ട് ഇപ്പോൾ ഹീറോ പറയുന്നു ചേട്ടാ സൂപ്പറായിട്ടുണ്ട്, മാറി അതെൻ്റെ കൈ കൂടെ വാ എന്ന് പറഞ്ഞ അർജുൻ കൈ പിടിച്ചിട്ട് അനുവിനെടുത്തോണ്ട് പോകാൻ തുടങ്ങി. അനു പറയായിരുന്നു വാവ് ചേട്ടാ സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്നത്. ചേട്ടൻ എന്ന് പറയുന്നപ്പോൾ അത് ചേട്ടൻ പറയാനായിട്ട് കൃഷിൻ്റെ അനിയത്തി കൂടെ ഉണ്ടായിരുന്നു. കൃഷിയുടെ കൂടെ കൃഷിൻ്റെ അനിയത്തി അർജുനെ കൂടെ ഓടി പോയിരുന്നു. അങ്ങനെ അർജുന പറയായിരുന്നു വാമ്മ അതേമ്മ ഒട്ടുന്ന കുറച്ചാ ചേട്ടൻ്റെ കൂടെ മതി. ഇല്ല അത് എന്ന് പറഞ്ഞു നോക്കാൻ തുടങ്ങിയായിരുന്നു. പാവ അർജുൻ എന്തിനമ്മ ഇങ്ങനെ നോക്കുന്നേ എന്ന് പറയായിരുന്നു. അതിനായിട്ട് കൃഷ് പറയുന്നു എന്താ മച്ചാ ഇങ്ങനെ പറയുന്നത്, എൻ്റെ വൈഫിൻ്റെ കൂടെ പോകും, നിൻ്റെ അനിയത്തി ഞാൻ നോക്കിക്കോളാം, എൻ്റെ അനിയത്തി മാത്രമേ എനിക്കൂ എന്നെ പറഞ്ഞ അർജുൻ ഹീറോയിൻ്റെ കൈ പിടിച്ച് വാ മോളെ പോ. അർജുൻ പറയല്ല കൃഷ് പറയായിരുന്നു. അർജുൻ പറയുന്നത് കേട്ടിട്ട് കൃഷ് പറയായിരുന്നു വാടിച്ചെല്ലക്കുട്ടി ചേട്ടന് കൂടെ വാ പോറ്റേണ്ടി നീ എൻ്റെ ചേട്ടന് എന്തിനും ഭയങ്കര തെറി പറയുന്നേ എന്ന് പറഞ്ഞായിരുന്നു. കൂടെ വിളിച്ചോട്ട് പോയായിരുന്നു. 2 പേർ ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് കേൾക്കായിരുന്നു. ഹീറോയുടെ ഫ്രണ്ടായിരുന്നു പ്രിയ പറയായിരുന്നു പക്ഷേ ഞാനും കൂടെ വരാം എന്നെ വിളിച്ചുകൊണ്ട് പോകില്ലേ. അങ്ങനെ ഓവറോട്ട് ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അതെ ക്രിഷ് ശരി ഇപ്പം വരാം ഞാൻ എന്ന് പറഞ്ഞ് 2 പേരെ ടേബിൾ ഐസ്ക്രീം ഷോപ്പായിരുന്നു. ടേബിളിൽ എത്തിച്ച് ഒരു ബ്ലാക്ക് കാർ വന്നായിരുന്നു. ബ്ലാക്ക് കാർ, റെഡ് കാർ, ബ്ലൂ കാർ എന്നായിട്ട് വന്ന് ഇറങ്ങി. അതിൽ ബ്ലാക്ക് കാറിൽ ഒരു ക്യൂട്ടായിട്ട് സ്വിഗ്ഗാൾ ഇറങ്ങി സ്റ്റൈലായിട്ട് വരാൻ തുടങ്ങി. എല്ലാ ബോയ്സ് അവിടെ ഉണ്ടായിരുന്നു വെളിയിലല്ല. വായ്പ സൈറ്റ് അടിക്കണം വാവ് എത്ര ബ്യൂട്ടിഫുൾ ഗേൾ അങ്ങനെ പറഞ്ഞ് കാറിൽ ഇറങ്ങി വന്ന. പിന്നെ ആ ഗേൾസിൻ്റെ കൂടെ മിനിയും ദിയ നമ്മളെ മിയ വരായിരുന്നു. ബ്ലാക്ക് കാറിൽ, റെഡ് കാറിൽ മിനിയും, ബ്ലൂ കാറിൽ ദിയ. അങ്ങനെയായിട്ട് അവർ ഇറങ്ങി സ്റ്റൈലായിട്ട് വരാണ്. ബ്ലാക്ക് കാറിൽ ഇറങ്ങിയിട്ട് നമ്മളെ ക്യൂട്ട് ഗേൾ
നമ്മളെ ഹീറോയിൻ ഓടി വരാം. സെക്കൻഡ് ഹീറോയിൻ, അതായത് സെക്കൻഡ് ഹീറോ ആര്, നമ്മളെ ഹീറോയുടെ ക്രിഷ് ആയിരുന്നു. ഓക്കെ, ക്രിഷിൻ്റെ പേർ വരായിരുന്നു. ആനായിട്ട് ഐസ്ക്രീം വേങ്ങായിരുന്നു. ക്രിഷ് പറയുന്നു, എന്താ ഇത്? ഓ അങ്ങനെയാണോ, എനിക്ക് അങ്ങനെ ഐസ്ക്രീമാണോ, ഇതെന്ത് മിൽക്ക് എന്ന് പറയുന്നു. ഇത് കൗ മിൽക്ക്, പയ്യുൻ്റെ പാല് എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെന്ന് ഐസ്ക്രീം ഉണ്ടാക്കിയതാ എന്ന് പറയുന്നു. ശരി ഓക്കെ സാർ എന്ന് പറഞ്ഞാൽ അതേ ഫ്ലേവറുടെ ഐസ്ക്രീമാണ്. ഇത് ഇന്ത്യൻ ആയിരുന്നു, ഇന്ത്യൻ ഷോപ്പായിരുന്നു. ഓ ഞാൻ ആ ഷോപ്പിൻ്റെ ആൾ പറയുന്നു, ഞാൻ ഇന്ത്യയിലെപ്പാ, നിങ്ങൾ പേടിക്കേണ്ട എന്നിട്ട് ആ ഷോപ്പിന് ഓണർ പറയുന്നത്. അങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് വെച്ചായിരുന്നു. കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരാൻ പോയായിരുന്നു. അങ്ങനെയായിട്ട് ഒരു പെണ്ണ് വന്ന് ഇടിച്ചായിരുന്നു, താഴെ വീഴായിരുന്നു. ക്രിഷ് ആ ഗേളിനെ പിടിച്ചായിരുന്നു. രണ്ടുപേരും വെച്ച് എടുക്കാതെ നോക്കായിരുന്നു. ഗിൽസ് തട്ടി താഴെ വീഴാൻ പോകുമ്പോൾ ക്രിഷ് ആ ഗേളിനെ പിടിച്ചായിരുന്നു. ക്രിഷും ആ പെണ്ണ് കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. 2 ഗേൾസ് ബായ് കൈയച്ചു. എന്താണ് നടക്കുന്നത്, ഇവൾക്ക് ടെൻഷൻ ആവുമല്ലോ, തല്ലുമല്ലോ എന്ന് പറഞ്ഞു 2 ഗേൾസ്. അത് നമ്മളെ മിയ പറഞ്ഞ റോഡി ഗേളായിരുന്നു. മിയക്ക് ഇങ്ങനെ റോഡിയും, മിയക്ക് ബോയ്സിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ബോയ്സിന്. അങ്ങനെ മിയ കണ്ണെടുക്കാതെ നോക്കായിരുന്നു. ആണോ, സോറി മാ എന്ന് പറഞ്ഞിട്ട് എന്നിപ്പിച്ച് സോറി എന്ന് പറഞ്ഞ് അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് മേയിട്ട് അങ്ങനെ ടേബിൾ ഇരുന്നിട്ടായിരുന്നു. മിയക്ക് ബട്ടർഫ്ലൈ പറക്കുന്ന ഒരു ഫീൽ വന്നു. മിയ തിരിഞ്ഞു നോക്കിയായിരുന്നു. ആരപ്പ അവിടെ ഷോപ്പിൻ്റെ ഓണർ കേട്ടായിരുന്നു. അപ്പോൾ എന്താ സംസാരിച്ചത് എന്ന് പറയായിരുന്നു. ആ ഷോപ്പിൻ്റെ ഓണർ പറയായിരുന്നു, എന്താ അപ്പ എന്ന് പറയായിരുന്നു. അവർ അങ്ങനെ ഷോപ്പിൻ്റെ ഓണർ പറയായിരുന്നു, അത് ഐസ്ക്രീം ഷോപ്പായിരുന്നു, അത് മിയാൻ്റെ ഷോപ്പാണ്. മിയക്ക് പറഞ്ഞ ഐസ്ക്രീം ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. മിയാൻ്റെ ഷോപ്പാണ് അത് പറഞ്ഞ, അത് വലിയ ഇത് പറഞ്ഞ സിറ്റി സെൻറ്ററാണ്, അതിൽ മുകളിലാണ് ഐസ്ക്രീം ഉള്ളത്. മിയ പറയായിരുന്നു, ആരത് എന്ന് പറയായിരുന്നു. അത് നമ്മളെപ്പോൾ ഇന്ത്യൻ ബോയായിരുന്നു. അത് പറയായിരുന്നു, ഇന്ത്യനോ, എനിക്ക് അവൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് പോകണം എന്ന് പറഞ്ഞു. ദിയാനെ പിടിച്ച് കുളുക്കായിരുന്നു. ദിയ പറയുന്നു, ശരിയമ്മ ഞാൻ ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞ് അത് ഫോളോ ചെയ്തിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. ഇനി എവിടേക്കല്ല പോകുന്ന ഫോളോ ചെയ്യുന്നത്, അങ്ങനെ ഹോട്ടലിലേക്ക് വന്ന് താമസിക്കണം. അതേ ഹോട്ടലിലേക്ക് വന്നായിരുന്നു. അതുകൊണ്ട് ആ ഹോട്ടലിലേക്ക് ദിയ വന്നായിരുന്നു. ദിയാൻ്റെ ഹോട്ടലാണ് അവർ താമസിക്കുന്നത്. ദിയ പോയിട്ട് കേട്ടായിരുന്നു, മാം അതിങ്ങനെ പറയാൻ പറ്റില്ല. ദിയയുടെ കട്ടത്തിൽ പേടിച്ചിട്ട് ശരി മാം ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഫുള്ള് ഡീറ്റെയിൽസ് പറയായിരുന്നു. ഓ ക്രിഷ് ഫോൺ നമ്പർ ഉണ്ടോ, ഉണ്ട് മാം എല്ലാം പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു.